നമസ്കാരം. സംസ്ഥാന വികസനത്തിനായി രൂപീകരിച്ച കിഫ്ബിയെ കേവലം ഒരു സാമ്പത്തിക പദ്ധതിയല്ല, മറിച്ച് ഭരണഘടനാപരമായ മര്യാദകളെയും സാമ്പത്തിക സുതാര്യതയും വെല്ലുവിളിക്കുന്ന തുഗ്ലക്ക് പരീക്ഷണമാണെന്ന് എൻ പ്രശാന്ത് IAS. കിഫ്ബിയുടെ CEO ഡോക്ടർ KM എബ്രഹാമിന്റെ രാജിവാർത്തയോടുള്ള പ്രതികരണമായാണ് അദ്ദേഹം ഈ ഗൗരവകരമായ നിരീക്ഷണങ്ങൾ പങ്കുവച്ചത്. 10 വർഷത്തെ വികസനം ഒറ്റയടിക്ക് കൊണ്ടുവരുന്ന ഫ്രണ്ട് ലോഡിംഗ് രീതിയായിരുന്നു കിഫ്ബിയുടെ വാഗ്ദാനം. എന്നാൽ 88,000 കോടി രൂപയുടെ പദ്ധതികൾക്ക് അനുമതി നൽകിയിട്ടും 2025 വരെ പൂർത്തിയായത് 22,000 കോടി രൂപയിൽ താഴെയുള്ള പ്രവൃത്തികൾ മാത്രം. ഇന്ധന സെസ്സിലൂടെയും മോട്ടോർ വാഹന നികുതിയിലൂടെയും ലഭിക്കുന്ന 3,500 കോടി രൂപ സർക്കാർ നേരിട്ട് ഉപയോഗിച്ചിരുന്നെങ്കിൽ പോലും സമാനമായ വികസനം സാധ്യമാകുമായിരുന്നു എന്നാണ് എൻ പ്രശാന്ത് ചൂണ്ടിക്കാട്ടുന്നത്. ആഭ്യന്തര വിപണിയിൽ കുറഞ്ഞ നിരക്കിൽ പണം ലഭിക്കുമായിരുന്നിട്ടും 9.72% ഉയർന്ന പലിശയിൽ ലണ്ടൻ സ്റ്റോക്ക് എക്സ്ചേഞ്ച് വഴി മസാല ബോണ്ടുകൾ ഇറക്കിയത് എന്തിനാണെന്ന ചോദ്യവും ഉയരുന്നുണ്ട്. ഇത് വികസനത്തെക്കാൾ ഉപരി ഒരു അന്താരാഷ്ട്ര PR എക്സസൈസ് ആയിരുന്നുവെന്നും അദ്ദേഹം സംശയിക്കുന്നു. ബജറ്റിന് പുറത്തുള്ള കടമെടുപ്പ് വഴി സംസ്ഥാനത്തിന്റെ യഥാർത്ഥ ബാധ്യത മറച്ചുവെക്കുന്നുവെന്ന CAG നിലപാട് ശരിവെക്കുന്നതായിരുന്നു കേന്ദ്ര സർക്കാരിന്റെ പിന്നീടുള്ള ഇടപെടലുകൾ. നിയമസഭയുടെ മേൽനോട്ടമില്ലാതെ പണം ചിലവാക്കുന്നത് ജനാധിപത്യ വിരുദ്ധമാണെന്നും അദ്ദേഹം കുറ്റപ്പെടുത്തുന്നുണ്ട്. 2026 മുതൽ 2031 വരെയുള്ള കാലയളവിൽ കിഫ്ബി എടുത്ത കടത്തിന്റെ പലിശയും മുതലും തിരിച്ചടയ്ക്കാൻ മാത്രം ഏകദേശം 16,500 കോടി രൂപയിലധികം കണ്ടെത്തേണ്ടി വരും. നിത്യനിദാന ചെലവുകൾക്ക് ബുദ്ധിമുട്ടുന്ന സംസ്ഥാനത്തിന് ഇത് താങ്ങാൻ കഴിയില്ലെന്നും വരും തലമുറയുടെ സാമ്പത്തിക സ്വാതന്ത്ര്യം ഇതിലൂടെ പണയം വെക്കപ്പെടുകയാണെന്നും അദ്ദേഹം പറയുന്നു. PSC വഴിയുള്ള നിയമനങ്ങളെ മറികടന്ന് വൻതുക ശമ്പളത്തിൽ കൺസൾട്ടന്റുമാരെ നിയമിച്ചതും പരസ്യങ്ങൾക്കായി കോടികൾ ചെലവാക്കിയതും ഒരു വികസന ഏജൻസിക്ക് ചേർന്നതല്ലെന്നും അദ്ദേഹം കുറിച്ചു. CEO സ്ഥാനത്തു നിന്നുള്ള ഡോക്ടർ KM എബ്രഹാമിന്റെ രാജി വരാനിരിക്കുന്ന ചോദ്യങ്ങളിൽ നിന്നും പരിശോധനകളിൽ നിന്നും രക്ഷപ്പെടാനുള്ള ശ്രമമായിട്ടാണ് എൻ പ്രശാന്ത് വിലയിരുത്തുന്നത്. നിയമപ്രകാരം നിയമിക്കപ്പെടുന്ന പുതിയ CEOയെ ഈ സാമ്പത്തിക സിദ്ധാന്തങ്ങൾ ബോധ്യപ്പെടുത്തിയിട്ട് പോകുന്നതായിരുന്നു മാനിതെന്നും അദ്ദേഹം പരിഹസിക്കുന്നുണ്ട്. എൻ പ്രശാന്ത് ഇങ്ങനെയാണ് എഴുതുന്നത്: കിഫ്ബിയെക്കുറിച്ചുള്ള ചർച്ചകൾ ഗൗരവകരമായ ഒരു സാമ്പത്തിക വിശകലനമാക്കി മാറിക്കഴിഞ്ഞു. വികസനത്തെ അനുകൂലിക്കുന്നവരും സാമ്പത്തിക അച്ചടക്കത്തെക്കുറിച്ച് ആശങ്കപ്പെടുന്നവരും തമ്മിലുള്ള ഒരു പോരാട്ടം ഇതിനെ ലളിതവൽക്കരിക്കാൻ കഴിയില്ല. യഥാർത്ഥത്തിൽ കേരളത്തിന്റെ ധനകാര്യ മാനേജ്മെന്റിനെ തന്നെ മാറ്റിമറിച്ച ബജറ്റിന് പുറത്തുള്ള ഒരു കടമെടുപ്പ് രീതി അഥവാ ഓഫ് ബജറ്റ് ഫിനാൻസിംഗ് എന്ന തുഗ്ലക്ക് പരീക്ഷണമാണ് ഇവിടെ നടന്നത്. 10 വർഷം കൊണ്ട് നടക്കേണ്ട വികസനം ഒറ്റയടിക്ക് കൊണ്ടുവരുമെന്ന ഫ്രണ്ട് ലോഡിംഗ് വാഗ്ദാനമായിരുന്നു ഇതിന്റെ കാതൽ. എന്നാൽ കണക്കുകൾ പരിശോധിക്കുമ്പോൾ ഈ വേഗത ചോദ്യം ചെയ്യപ്പെടേണ്ടതുണ്ട്. ഏകദേശം 88,000 കോടി രൂപയുടെ പദ്ധതികൾക്ക് അംഗീകാരം നൽകി. 2025 വരെയുള്ള കണക്കുകൾ പ്രകാരം പൂർത്തിയായ പ്രവൃത്തികൾ 22,000 കോടി രൂപയിൽ താഴെ മാത്രം. ഓരോ വർഷവും മോട്ടോർ വാഹന നികുതിയിലൂടെയും ഇന്ധന സെസ്സിലൂടെയും കിഫ്ബിക്ക് ലഭിക്കുന്ന 3,500 കോടിയോളം രൂപ സർക്കാർ നേരിട്ട് ഉപയോഗിച്ചിരുന്നെങ്കിൽ പോലും സമാനമായ വികസനം ആകുമായിരുന്നു എന്ന വാദം ഇവിടെ പ്രസക്തമാണ്. അതായത് ഒരു ഫ്രണ്ട് ലോഡിങ്ങും ഇവിടെ നടന്നിട്ടില്ല. കടമെടുപ്പിലെ രീതികളിലാണ് മറ്റൊരു പ്രധാന ചർച്ചാ വിഷയം. ലണ്ടൻ സ്റ്റോക്ക് എക്സ്ചേഞ്ച് വഴി സമാഹരിച്ച മസാല ബോണ്ടുകളുടെ പലിശ നിരക്ക് 9.72%. ആഭ്യന്തര വിപണിയിൽ ഇതിലും കുറഞ്ഞ നിരക്കിൽ പണം ലഭ്യമാകാൻ സാധ്യതയുള്ളപ്പോൾ എന്തിനാണ് ഇത്രയും വലിയ പലിശഭാരം വരും തലമുറ മേൽ അടിച്ചേൽപ്പിച്ചതെന്ന ചോദ്യത്തിന് വ്യക്തമായ ഉത്തരമില്ല. ഇത് കേവലം വികസനത്തിന് പണം കണ്ടെത്തലായിരുന്നോ അതോ അന്താരാഷ്ട്ര ബ്രാൻഡിംഗ് വ്യായാമമായിരുന്നു എന്നും സംശയിക്കേണ്ടിയിരിക്കുന്നു. PR-ന്റെ വല്ലാത്ത രൂപാന്തരങ്ങൾ. ഇങ്ങനെ തുടരുന്ന അദ്ദേഹത്തിന്റെ FB പോസ്റ്റ് വളരെ ദീർഘമായ ഒരു പോസ്റ്റാണ്. എൻ്റെ സംക്ഷിപ്ത രൂപമാണ് വാർത്തയായി പറഞ്ഞത്.